ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മളിന്നൊരു എണ്ണ കേട്ടോ കാച്ചാൻ പോകുന്നത്. തലി തേക്കാനൊന്നുമല്ല, വട്ടച്ചോറി ഉണ്ടല്ലോ. നമ്മൾ ഈ ചില ആൾക്കാർക്കൊക്കെ അരിയിൽ കൈത്തൊക്കിലൊക്കെ വട്ടച്ചോറി ഉണ്ടാകുമല്ലോ. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു ഇങ്ങനെ ഒരു ചൊറി ഉണ്ട്, അതിനൊരു മരുന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞും കൊടുത്ത് ഇതൊന്ന് കാണിച്ചാൽ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തേച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ കാച്ചിയിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ചവിടെ വെച്ചാൽ മതി. എന്നിട്ട് നല്ല ഡെറ്റോൾ ഇട്ട് കഴുകിയിട്ട് അത് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ ഓല് പറഞ്ഞെന്താ വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നൊന്നും കുടിച്ചിട്ട് കുറവില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഓൽക്കും പറഞ്ഞു കൊടുത്ത് ഇതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം നമ്മൾ ഇന്ന് അടുപ്പത്താട്ടോ ഉണ്ടാക്കണത്. ഗ്യാസാണ് കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് പുകയൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. തോനെ കത്താനും പറ്റൂല, കുറച്ച് പുകയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് പുകയ്യ വിറക് മഴൻ്റെ തണുപ്പടിച്ചപ്പോൾ വിറക് കത്തണില്ല. അപ്പം നമ്മളെ ഗ്യാസ് ഇന്ന് വരികയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഓല് പറഞ്ഞ് ലേശം എനിക്ക് ഉണ്ടാക്കി തരുമോ നിങ്ങൾ, എനിക്കതിനെ പറ്റി അറിയില്ല. അപ്പോൾ ഞാനെന്നാൽ കുറച്ച് ഉണ്ടാക്കി, കുറച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ലേശം എണ്ണ ഒഴിച്ചുണ്ടാക്കി. കണ്ടോ കുരുമുളകിൻ്റെ ഇല. ഇതിപ്പോൾ ആർക്കും അറിയാത്ത സാധനമൊന്നുമല്ല, നമ്മളെ കുരുമുളകിൻ്റെ ഇല. പിന്നെ ഞാൻ എടുത്തതാ ആര്യവേപ്പിൻ്റെ. ഇത് വിഷത്തിനും പിന്നെ എന്തെങ്കിലും കുത്തിയാലൊക്കെ മഞ്ഞളും ഇതും അരച്ചിട്ടാൽ മതി, പെട്ടെന്ന് മാറും. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉള്ള വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുക. ഇനി ഇതില്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇല മാത്രം മതി കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഈ പുക ആയതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ കനൽമ വെച്ചാണ് ഉണ്ടാക്കണത്. നമുക്ക് തോനെ തീയിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി, ഒന്ന് ഞെരിഞ്ഞ് ഇങ്ങോട്ട് വരണം. നമ്മൾ ഡെറ്റോൾ കൊണ്ടൊന്ന് നല്ലപോലെ ഇളം ചൂടുവെള്ളത്തിൽ തുടച്ചെടുത്തിട്ട് ഇതൊന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി, നല്ല ഒരു മാറ്റം കിട്ടും. അപ്പം നമ്മളിത് ഉണ്ടാക്കി തേച്ചതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓൽക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ആക്കി ചെയ്ത് ഇത് ഓൽക്ക് കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നല്ല ഒന്ന് ഇതിൻ്റെ ഈ നീരൊക്കെ ഇതിക്ക് നല്ലോണം ഒന്ന് ഇറങ്ങണം ഈ എണ്ണയിൽ. അപ്പോൾ കണ്ട എണ്ണേൻ്റെ കളറ് ഇങ്ങനെ ആയി വരണം. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും നിങ്ങൾക്കില്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞും കൊടുക്കുക കേട്ടോ. ഇത് ചൂടാറിയിട്ട് ഇങ്ങനെ തൊട്ട് വരട്ടിയാൽ മതി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചൊറിച്ചിലിനൊക്കെ നല്ലൊരു സുഖം കിട്ടും. കാരണം ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുമ്പം വിഷത്തിനും എല്ലാം പിന്നെന്താണ് നല്ലപോലെ കട്ടി കൂടി വളരാൻ എണ്ണ കാച്ചാൻ പറ്റും. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് തല കഴുകാൻ പറ്റും. താരനൊക്കെ ഉണ്ടെങ്കിൽ ചൊറിച്ചിൽ മാറിനൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയണതാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾക്ക് ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടോ. കണ്ടോ ഇലൻ്റെ കളറ് മാറിയില്ലേ, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞും കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.